നമസ്കാരം. തലസ്ഥാനത്ത് സ്മാർട്ട് സിറ്റി പദ്ധതിയിലെ പ്രധാനപ്പെട്ട നിർമ്മാണങ്ങളിലൊന്നായ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് കേന്ദ്രങ്ങളുടെ നിർമ്മാണങ്ങൾ പുരോഗമിക്കുകയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സമുച്ചയത്തിലെ മൾട്ടി ലെവൽ പാർക്കിംഗ് കേന്ദ്രത്തിന്റെ പണികൾ അവസാന ഘട്ടത്തോട് അടുക്കുകയാണ്. വരുന്ന മാസം തന്നെ ഇത് പ്രവർത്തനം തുടങ്ങുമെന്നാണ് വാർത്ത. മെയ് മാസത്തിൽ തന്നെ ട്രയൽ റൺ നടക്കുമെന്നും പറയുന്നു. 202 കാറുകൾക്ക് ഇവിടെ പാർക്ക് ചെയ്യുവാനാകും. തലസ്ഥാന നഗരിയിലെ ഏറ്റവും തിരക്കേറിയ ഒന്നായ മെഡിക്കൽ കോളേജ് ഭാഗത്ത് ഇത് വരുന്നത് ഗതാഗത കുരുക്കിന് ഒരല്പം ആശ്വാസമാകും എന്നാണ് പ്രതീക്ഷ. 16.58 കോടിയാണ് ഇതിന്റെ നിർമ്മാണ ചെലവ്. പുത്തരിക്കണ്ടത്തും ഇതേ മാതൃകയിലുള്ള കാർ പാർക്കിംഗ് കേന്ദ്രമാണ് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. 2016 അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് 3 മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് കേന്ദ്രങ്ങൾ തലസ്ഥാനത്ത് നിർമ്മിക്കുവാൻ തീരുമാനമായത്. ഇതിൽ ആദ്യത്തേത് നഗരസഭാ വളപ്പിൽ പൂർത്തിയായി. പിന്നീട് ബാക്കിയുള്ളത് ഇഴഞ്ഞു നീങ്ങുകയായിരുന്നു. ഒടുവിൽ അതിന്റെ നിർമ്മാണം സ്മാർട്ട് സിറ്റി ഏറ്റെടുത്തു. ഇതെല്ലാം പൂർത്തിയാകുന്നതോടെ പാളയം നഗരസഭാ കാര്യാലയം, മെഡിക്കൽ കോളേജ്, പുത്തരിക്കണ്ടം എന്നിവിടങ്ങളിൽ പാർക്കിംഗ് സൗകര്യം ഒരുങ്ങുകയാണ്. പക്ഷേ അനുദിനം പുതിയ വാഹനങ്ങൾ 100 കണക്കിന് നിരത്തിലിറങ്ങുന്ന നഗരത്തിൽ ഇനിയും നിരവധി പാർക്കിംഗ് സംവിധാനങ്ങൾ ഒരുങ്ങിയേ മതിയാകൂ. റോഡുകളെല്ലാം സ്മാർട്ടായെങ്കിലും പാർക്കിംഗ് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നമാകുന്നത്. ഒരു ചെറിയ തടസ്സമുണ്ടായാൽ തന്നെ ഗതാഗത കുരുക്ക് രൂക്ഷമാകുന്ന തരത്തിലുള്ള വാഹനപ്പെരുപ്പം നിറഞ്ഞ നഗരത്തിൽ കൂടുതൽ ട്രാഫിക് നിയന്ത്രണ സംവിധാനങ്ങളും പാർക്കിംഗ് സൗകര്യങ്ങളും ഒരുങ്ങുമെന്ന് പ്രതീക്ഷിക്കാം. മറ്റൊരു തലസ്ഥാന വാർത്തയുമായി വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.